അപ്പോ ഒരിടത്തൊരിടത്ത് സുൽത്താൻ വീട്ടിൽ നമുക്കൊരു താത്തയുണ്ടായിരുന്നു. താത്തയെ തെരുത്താത്ത എന്നും മുള്ളിത്താത്ത എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. താത്തയുടെ പ്രധാന ഹോബി എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരാവശ്യമില്ലാതെ ചുമ്മാ നടക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്ത് കയറുക, അങ്ങനെ നാലാളായി അറിയപ്പെടുക. ഇതാണ് നമ്മുടെ താത്തയുടെ പ്രധാന പരിപാടി. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ താത്തയ്ക്ക് രണ്ട് ആൺമക്കളാണ്. ആൺമക്കളുടെ അച്ഛൻ ആരെയെന്ന് അറിയത്തില്ല എങ്കിലും താത്തയുടെ ജോലിക്ക് വിട്ടിരുന്നില്ല. അങ്ങനെ താത്തയുടെയും മക്കളുടെയും തീറ്റയും കുടിയും കാരണം ഒടുവിൽ അവിടെ പണവും ഇല്ലാതെ വന്നു. അങ്ങനെ പണമില്ലാതെ വന്നപ്പോൾ നമ്മുടെ താത്ത എന്ത് ചെയ്തു? നന്മ ചെയ്യാമെന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിൽ കുറെ ആളുകളെ കൂട്ടി. കഴിഞ്ഞപ്പോ താത്തയ്ക്ക് ഒരു ഐഡിയ തോന്നി, ഇവരോടൊക്കെ പണം വരുന്നവരെ പറ്റിക്കാം. അങ്ങനെ താത്ത തന്റെ പേരിൽ ഒരു വസ്തു കൊണ്ട് അത് വിൽക്കാൻ പോവുകയാണ്. അത് വിറ്റ് കഴിഞ്ഞാൽ പണം തരാമെന്ന് പറഞ്ഞ് കുറേ പേരെടുത്തുനിന്ന് കടം വാങ്ങിച്ചു. പാവം സമൂഹത്തിന്റെ നന്മ ആഗ്രഹിച്ച പലരും അവർക്ക് വാരിക്കോരി കടം കൊടുത്തു. അതിൽ വിദേശത്ത് പോയി പണി ചെയ്യുന്ന പാവ നേഴ്സുമാർ, ക്യാൻസർ പേഷ്യൻസ്, കുറെ വൃദ്ധ, നമ്മുടെ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന കുറെ പേർ. കയ്യിൽ പണം തീരുമ്പോൾ വീണ്ടും അവർ ഇറക്കും. അയ്യോ, ഞാൻ സുൽത്താൻ വീട്ടിൽ താത്തയാണ്, എനിക്ക് കുറച്ചുകൂടെ പണം തരണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും, എന്റെ മകന് കെട്ടാൻ ഫീസ് ഇല്ല, ഞാൻ എന്ത് ചെയ്യും? ഇത് കേട്ട് ആ പാവങ്ങൾ വീണ്ടും പണം കൊടുത്തു. അങ്ങനെ എനിക്ക് പണം തിരികെ ചോദിക്കാൻ ആൾക്കാർ തുടങ്ങി. അപ്പോൾ താത്തയുടെ തനി സ്വരൂപം വെളിയിലെടുത്തു. ഹേ നികൃഷ്ടജീവികളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ എനിക്ക് പണം തന്നത്? ഇനി എന്നോട് പണം ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കുറിച്ച് അപവാദം പറയും. ഗെറ്റ് ലോസ്റ്റ്. അങ്ങനെ മാനക്കേട് ഭയന്ന് പണം കൊടുത്തവർ ഭയപ്പെട്ട് ഒന്നും മിണ്ടാതെ ഇരുന്നു. പക്ഷേ ഇവരുടെ ഈ കള്ളത്തരങ്ങളെയും കപടതയും പൊളിക്കാൻ വേണ്ടി ഒരു കൂട്ടം പോരാളികൾ കളത്തിലിറങ്ങി. അവരാണ് നമ്മളുടെ സാരഥികൾ. ആ കൂട്ടത്തിൽ ഇന്നു മുതൽ ഈ കൊച്ചു ടോമോ. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കൂട്ടാക്കണേ, ലൈക്ക് ചെയ്യണേ.